നമസ്കാരം. അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ ലാലിമായ. ഇന്നിവിടെ പറയുന്നത് മകരരാശി ലഗ്നമായിട്ട് വരികയും മകരരാശി ചന്ദ്രരാശി ലഗ്നമായിട്ട് വരുന്നവർക്കുള്ള കോടീശ്വര യോഗം അല്ലെങ്കിൽ ധനാഗമ മാർഗം ഏതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം, ലഗ്നവും ചന്ദ്രനും ഗണിക്കുമ്പോൾ അവരവരുടെ ജാതകം കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ലഗ്നരാശി ചിന്തിക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉദാഹരണ സഹിതമായിട്ടുള്ള ഈ ലഗ്നം മകരലഗ്നത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ധനാഗമ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന ഈ വിഷയത്തിൽ 7 ഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യം. ഈ 7 ഗ്രഹങ്ങൾക്ക് ഓരോ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സൂര്യന് 30, ചന്ദ്രന് 16, ചൊവ്വയ്ക്ക് 6, ബുധൻ 8, വ്യാഴത്തിന് 10, ശുക്രന് 12, ശനിക്ക് 1 എന്ന സംഖ്യ. ഈ സംഖ്യ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന വിഷയത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ലഗ്നാലും ചന്ദ്രനും 9ാം ഭാവത്തിനെയാണ് ഇവിടെ നോക്കേണ്ടത്. മകരം രാശിയുടെ 9ാം ഭാവം എന്ന് പറയുമ്പോൾ കന്നിരാശിയാണ് വരുന്നത്. കന്നിരാശിയുടെ ബുധന്റെ സംഖ്യ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ലഗ്നാലും ചന്ദ്രാലും 8 + 8 = 16 എന്ന സംഖ്യ വരുന്നു. ഈ കിട്ടുന്ന സംഖ്യയെ 12 കൊണ്ട് ഹരിക്കണമെന്നാണ്. ഇവിടെ 16 എന്ന സംഖ്യയെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. 4 എന്ന സംഖ്യ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ എത്രാമത് വരുന്നു എന്ന് ചിന്തിക്കണം. ഇവിടെ ചന്ദ്രൻ നിൽക്കുന്ന രാശി എന്ന് പറയുമ്പോൾ മകരരാശി, ആ രാശിയുടെ 4ാമത് വരുന്ന രാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. മേടൻ രാശിയെ കണക്കാക്കുമ്പോൾ ആ രാശിയുടെ അധിപനെന്ന് പറയുന്നത് ചൊവ്വ. ആ ചൊവ്വ നിൽക്കുന്ന ക്ഷേത്രത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ വന്ന് നിൽക്കുന്നു? ഇപ്പൊ സൂര്യനൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അഷ്ടമാധിപനാണ്. എന്നിരുന്നാലും സൂര്യന്റെ ഉച്ചരാശിയാണ് ആ പറയുന്ന മേടൻ രാശി. സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ തല സർവീസുകളിൽ നിന്നുള്ള വരുമാന മാർഗങ്ങൾ, ദൂര യാത്ര അല്ലെങ്കിൽ വിദേശ യോഗത്തോടു കൂടിയുള്ള വരുമാന മാർഗങ്ങൾ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ലഗ്നം വന്നു, മകരരാശി തന്നെ ലഗ്നം വരികയാണ്, 7ാം ഭാവത്തെ ചിന്തിച്ചാണ്, 7ാം ഭാവാധിപനാണ് ചിലപ്പോൾ 4ാം ഭാവത്തിൽ വന്നിരിക്കുകയാണെങ്കിൽ വിവാഹാദി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധനാഗമ മാർഗങ്ങൾ ചന്ദ്രൻ എന്ന ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ എന്തായാലും മകരരാശി ലഗ്നം വരുന്നത് കൊണ്ട്, മകരരാശി ചന്ദ്രൻ ലഗ്നം വരുന്നത് കൊണ്ട് എന്തായാലും 7ാം ഭാവാധിപനായ ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കില്ല. എന്നിരുന്നാലും 7ാം ഓരോ രാശിക്കാർക്കും അവരവരുടെ ലഗ്നാല് 4, 3, 5, 9 ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. ഈ രാശിയുടെ അധിപനൊക്കെയാണോ ഈ പറയുന്ന കോടീശ്വര യോഗവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്നതിനെ നമുക്ക് നോക്കാം. ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ ശുഭകരമായിട്ടുള്ള പ്രവൃത്തികളിൽ കൂടെയും അതുപോലെ തന്നെ അതികഠിനമല്ലാത്ത തൊഴിൽ മേഖലകൾ കൂടിയൊക്കെ ധനാഗമ മാർഗങ്ങളുണ്ടാവും. പാപഗ്രഹങ്ങളായ ശനിയൊക്കെ അവിടെ നീചനും കൂടിയാണ് ശനി എന്ന് പറയുന്നത്. ശനിയൊക്കെയാണ് ആ രാശിയെ നിൽക്കുകയോ നോക്കുകയോ ആ രാശിയുടെ അധിപനുമായിട്ട് യോഗമോ ഒക്കെ വന്നാൽ അതികഠിനമായ പ്രവർത്തനങ്ങളിൽ കൂടി മാത്രമേ ധനാഗമ മാർഗങ്ങൾ വന്നു ചേരുകയുള്ളൂ. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അവരവരുടെ ജാതകം വിശകലനം ചെയ്ത് പഠിച്ചെടുത്താൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എന്തൊക്കെ നമ്മൾ ധനാഗമ മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവരവരുടെ ജാതകത്തിൽ ഈ പറയുന്ന യോഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ധനാഗമ മാർഗങ്ങൾ വളരെയധികം എളുപ്പത്തിൽ നടക്കും. ഇപ്പോൾ ചിട്ടിയോ ലോട്ടറിയോ അങ്ങനെ അല്ലെങ്കിൽ അമ്മ വഴിയുള്ള സമ്പാദ്യമോ അച്ഛൻ വഴിയുള്ള സമ്പാദ്യമോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള ധനാഗമ മാർഗങ്ങളോ ഒക്കെ വരണമെന്ന് ജാതകത്തിലുണ്ടെങ്കിൽ അത് ആ പറയുന്ന വഴിക്ക് തന്നെ വന്നോളും. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജാതക വിശകലനത്തിൽ കൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമുക്കിപ്പം സാമ്പത്തികപരമായിട്ട് കുറേയേറെ ബുദ്ധിമുട്ടുണ്ട്, സ്ഥലം വിൽക്കാനുണ്ട്, അപ്പൊ അതുവഴി ധനാഗമ മാർഗം ഉണ്ടാവും. ചിലർ ചോദിക്കും ലോട്ടറി അടിച്ചാൽ കിട്ടുമോ? അങ്ങനെയൊക്കെ അത് ചിന്തിക്കണമെങ്കിൽ അവരവരുടെ ജാതകം തന്നെ വിശകലനം ചെയ്യേണ്ടി വരും. എല്ലാവരുടെയും ജാതകം വിശകലനം ചെയ്യുക എന്ന് പറയുന്നത് അവരവരുടെ ജനിച്ച വർഷം, മാസം, തീയതി, സമയം, ജനന സ്ഥലം എന്നിവ മനസ്സിലാക്കി അവരവരുടെ ജാതകം വിശകലനം ചെയ്ത് ഏതൊക്കെ സമയത്ത് ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകും. ഈ പറയുന്ന കോടീശ്വര യോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹത്തിന്റെ ദശാകാലങ്ങളിലായിരിക്കും കൂടുതൽ ധനാഗമ മാർഗങ്ങൾ വന്നു ചേരുക. അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള കർമ്മപദം തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.